നമസ്കാരം. ഇറാനുമായി ഏതു നിമിഷവും അമേരിക്കയ്ക്ക് അത് സംഭവിക്കാം. പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് ട്രംപ് നിർദ്ദേശം നൽകും. അതോടെ യുദ്ധം തുടങ്ങും. ഇറാനുമായുള്ള ചർച്ചകൾ സന്തുഷ്ടനല്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതോടെയാണ് യുദ്ധത്തിനുള്ള സാഹചര്യം സജ്ജമായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ട്രംപ് തന്നെ നേരത്തെ നയം വ്യക്തമാക്കിയിരുന്നു. യുദ്ധം ആഗ്രഹിക്കുന്നില്ല എങ്കിലും വേണ്ടി വന്നേക്കാം എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. ജനീവ സമാധാന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതിന് പിന്നാലെയാണ് പ്രതികരണമുണ്ടായത്. പശ്ചിമേഷ്യയിലെ അമേരിക്ക ദീർഘകാല യുദ്ധത്തിനില്ല എന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കിയിരുന്നു. തിങ്കളാഴ്ച മുതൽ വിയറ്റ്നാമിൽ വീണ്ടും ചർച്ച നടക്കും. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് നാളെ ഇസ്രായേൽ എത്തുന്നത്. എന്തായാലും ഇറാൻ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇതുവരെയുള്ള നയതന്ത്ര ചർച്ചകളിൽ തൃപ്തിയില്ല എന്നും ഒരു വലിയ ബുദ്ധിമുട്ടുള്ള തീരുമാനം വരാനിരിക്കുന്നു എന്നും ഇറാൻ ആണവശേഷി നിർത്തലാക്കണം, നയതന്ത്ര പരിഹാരത്തിനാണ് മുൻഗണന എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. അതേസമയം മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ഒരു ദീർഘകാല യുദ്ധത്തിനില്ല എന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് അറിയിച്ചിരുന്നു. ഇറാനെതിരെയുള്ള സൈനിക നടപടി പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനമാണ്. അദ്ദേഹം എന്ത് തീരുമാനമെടുക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നും വാൻസ് കൂട്ടിച്ചേർത്തു. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകളിലെ പുരോഗതി പങ്കുവച്ച് ഒമാൻ വിദേശകാര്യമന്ത്രി ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ധാരണ സാധ്യമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ബോംബ് നിർമ്മിക്കുകയില്ല എന്നതാണ് പ്രധാനമെന്നും ഇക്കാര്യം ഇറാൻ സമ്മതിച്ചത് വലിയ നേട്ടമാണെന്നും ഒമാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. കയ്യിലുള്ള യുറേനിയം ശേഖരം ഇറാൻ ഉപേക്ഷിക്കും, തിരികെ മാറ്റാൻ കഴിയാത്ത വിധം ഇന്ധനമാക്കി മാറ്റുകയാണ് ചെയ്യുക. ആണവ ശേഖരം സംബന്ധിച്ച് IAEAയുടെ നിരന്തര പരിശോധനയും ഇറാൻ അംഗീകരിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ മുൻപ് ഇല്ലാത്ത വിധമുള്ള ചില ധാരണകൾക്കും ഇറാൻ സമ്മതിച്ചു എന്നാണ് പ്രധാന മധ്യസ്ഥ രാഷ്ട്രമായ ഒമാൻ വ്യക്തമാക്കിയത്. അമേരിക്ക ആക്രമണം നീട്ടിവെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ മറുപടി. ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനത്തിലെത്താനാകുമെന്നും യുദ്ധം ഇല്ലാതെ തന്നെ പരിഹാരം കാണാമെന്നാണ് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്.